ഒരു കുട്ടിയുടെയും ഭാവി നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇനി അങ്ങോട്ടുള്ള കാലത്ത് ടെക്നോളജി മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുക. ഇന്ന് മാനുഫാക്ചറിങ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ടെസ്ല ഗിഗാ ഫാക്ടറി പോലത്തെ ഫാക്ടറീസൊക്കെ 100% കാറുകൾ ഉണ്ടാക്കുന്നത് റോബോട്ട്സ് ഉപയോഗിച്ചാണ്. ഇത് നാളത്തെ ടെക്നോളജി ഒന്നുമല്ല, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മാനുഫാക്ചറിങ്ങിനെ കുറിച്ചാണ് ഞാനീ പറഞ്ഞത്. റോബോട്ടിക്സും AI-യും നമ്മുടെ കുട്ടികളും പ്രിപ്പയർ ചെയ്യണം. പക്ഷേ എവിടെ നിന്ന് തുടങ്ങും എന്നൊരു ചോദ്യം എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ സ്കൂളിലാണെങ്കിൽ റോബോട്ടിക്സും AI ഒക്കെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ട്. പക്ഷെ സ്കൂളുകൾക്ക് ഈ കരിക്കുലത്തിൻ്റെ ഇടയ്ക്ക് അതിനുള്ള സമയം കൊടുക്കാൻ പറ്റത്തില്ല. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാണ് നോളജ് പിച്ച് ഫ്യൂച്ചർ ബിൽഡേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. ഈ പ്രോഗ്രാം 6 ലെവൽസിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ലെവൽ തുടങ്ങുന്നത് സ്ക്രാച്ച് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൂടെ. ഇത് വലിച്ചിടുന്ന രീതിയിലാണ് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉള്ളത്. അതായത് ടെക്സ്റ്റ് ബേസ്ഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, പൈത്തൺ, അഡ്രിനോ പോലത്തെയൊക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, C എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ ടെക്സ്റ്റ് ബേസ്ഡാണ്. അതിനകത്ത് ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാലോ ഒരു സെമിക്കോളൻ വന്നാലോ എക്സിക്യൂട്ട് ആവത്തില്ല. അത് പിള്ളേരെ ഭയങ്കരമായിട്ട് നിരുത്സാഹപ്പെടുത്തും. വലിയ ആൾക്കാർ പോലും പ്രോഗ്രാമിംഗ് വിട്ടിട്ട് പോകാനുള്ളൊരു കാരണമാണത്. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ബേസിക് ആയിട്ടുള്ള സ്ക്രാച്ച് പ്രോഗ്രാംസ് ഒക്കെ എഴുതി തുടങ്ങും. അതിപ്പം പതുക്കെ ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 പകുതിയോളം നമ്മൾ സ്ക്രാച്ചിലാണ് മൂവ് ചെയ്യുന്നു. ഇലക്ട്രോണിക്സും ഹാർഡ്വെയറും, സ്ക്രാച്ച് ബേസ് ചെയ്തിട്ടുള്ള ഇലക്ട്രോണിക്സും സ്ക്രാച്ച് ബേസ് ചെയ്തിട്ടുള്ള റോബോട്ട്സും എല്ലാം നമ്മൾ ലെവൽ 4-നുള്ളിൽ കവർ ചെയ്യും. ലെവൽ 5, ലെവൽ 6 ഓൾമോസ്റ്റ് ടെക്സ്റ്റ് ബേസ്ഡും ഒക്കെയാണ്. അത് ഓരോ കുട്ടിയുടെയും കഴിവനുസരിച്ചും അവരുടെ താല്പര്യം അനുസരിച്ചും ആയിരിക്കും നമ്മൾ മുമ്പോട്ട് പോവുക. അപ്പോൾ അടുത്തൊരു സംശയം വന്നേക്കാം, ഇത് 3ാം ക്ലാസ് തൊട്ട് മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതങ്ങനല്ല. ഇത് ഏത് പ്രായത്തിലുള്ളവർക്കും ജോയിൻ ചെയ്യാം. പക്ഷേ അവർ ലെവൽ 1-ൽ തുടങ്ങണം. കോൺസെപ്റ്റ്സ് ഒന്നും മിസ് ചെയ്യാൻ പാടില്ല. ഈ പ്രോഗ്രാമിംഗ് ഒക്കെ പഠിക്കുമ്പം പല കോൺസെപ്റ്റ്സും നമ്മൾ അറിയാമെന്നും പറഞ്ഞ് വിടും. പക്ഷെ അത് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമ്മൾ അതിനകത്തുള്ള പ്രശ്നങ്ങൾ അറിയത്തുള്ളൂ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ പ്രായമുള്ള കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഈ പറഞ്ഞേക്കുന്ന ലെവൽസ് എല്ലാം കവർ ചെയ്ത് കയറിപ്പോകാൻ പറ്റും. ലെവൽ 6 കഴിഞ്ഞ് ഫ്യൂച്ചർ ബിൽഡേഴ്സിൻ്റെ സ്റ്റേജ് 2 ഉണ്ട്. അത് 4 ലെവൽസ് ആയിട്ടാണ് ഉള്ളത്. അത് അഡ്വാൻസ്ഡ് പ്രൊജക്ട്സ് ആയിരിക്കും ആ ഒരു സ്റ്റേജിൻ്റെ ഭാഗമായിട്ട് വരിക. ആ സ്റ്റേജ് ജോയിൻ ചെയ്യാൻ ലെവൽ 6 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഞങ്ങളുടെ ഫീസൊക്കെ വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. നിങ്ങൾ ഡീറ്റെയിൽസ് അന്വേഷിക്കുമെന്ന് ഞങ്ങളതെല്ലാം പറയും. ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അവർക്ക് പഠിക്കാൻ വേണ്ട ഹാർഡ്വെയർ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വരുമ്പോൾ അവർക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. വേണ്ട സാധനങ്ങളെല്ലാം തന്നെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ഇതിനകത്ത് വേറെ ഹിഡൻ കോസ്റ്റ് ആയിട്ടൊന്നുമില്ല. വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ചറിയാൻ, ഫ്യൂച്ചർ ബിൽഡേഴ്സ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ നോളജ് പിച്ചുമായിട്ട് ബന്ധപ്പെടുക.